ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ജീവിതം സുരക്ഷിതമല്ല. പെൺകുട്ടിയായ അവൾ ആൺകുട്ടിയാവാൻ ആഗ്രഹിച്ചു. മുടിവെട്ടി ഷർട്ടും പാൻസും ധരിച്ച് ജീവിതം ആരംഭിച്ചു. ആൺകുട്ടിയായതോടെ ആത്മവിശ്വാസത്തോടെ മിനി ലോറിയിൽ ജോലി വാഗ്ദാനം ചെയ്തവനോടൊപ്പം വിശ്വസിച്ച് യാത്ര ചെയ്തു. ഇതിനിടയിൽ പെൺകുട്ടിയാണെന്നറിഞ്ഞവൻ പാതി വഴിയിൽ വണ്ടി നിർത്തി ലോഡ്ജെടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ആ 17-കാരിയായ പെൺകുട്ടിക്ക് ഇന്ന് ആശ്രയം ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ്. സഹോദരനെ പോലെ കണ്ടയാൾ ജോലി വാഗ്ദാനം ചെയ്തത് ദുരുദ്ദേശത്തോടെയാണെന്നറിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയോടി വീണ്ടും യാത്ര തുടർന്നു. കോഴിക്കോട് നിന്ന് കോട്ടയത്തെത്തിയപ്പോഴും സഹോദരൻ എന്ന് കരുതിയവൻ തന്നെ പീഡിപ്പിച്ചു. പിന്നെ അവിടെ നിന്നില്ല, നേരെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക്. മരിക്കണോ ജീവിക്കണോ എന്നറിയാതെ ആദ്യം കണ്ട വണ്ടിയിൽ കോട്ടയത്ത് നിന്ന് കയറി. തീവണ്ടിയുടെ വാതിൽപ്പടിയിൽ അസ്വാഭാവികമായുള്ള യാത്ര ശ്രദ്ധയിൽപ്പെട്ട സഹയാത്രികനായ പോലീസുകാരൻ പരിചയപ്പെട്ടു. ആൺകുട്ടിയാണെന്ന രീതിയിൽ പരിചയപ്പെട്ട പോലീസുകാരന് പെൺകുട്ടിയാണെന്നറിഞ്ഞപ്പോൾ അത്ഭുതം. പിന്നീട് തിരിച്ചറിയൽ രേഖയുൾപ്പെടെ കാണിച്ച് അനുനയിപ്പിച്ച് വിഷമകാര്യം ചോദിച്ചറിഞ്ഞു. 17-കാരിയായ പെൺകുട്ടി മനസ്സു തുറന്നു. അച്ഛനില്ല, അമ്മ മാനസിക വെല്ലുവിളി നേരിടുന്നു. അമ്മയുടെ സഹോദരിക്കൊപ്പമായിരുന്നു താമസം. ഇവിടെയും ജീവിതം സുഖകരവും സുരക്ഷിതവുമല്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ജോലി ചെയ്യാൻ തീരുമാനിച്ചു. അത്രയും അടുപ്പമുള്ള സഹോദര തുല്യനായ വ്യക്തിയുടെ മിനി ലോറിയിൽ ക്ലീനറായി ജോലിക്ക് കയറി. ജൂൺ 2-നായിരുന്നു വയനാട് നിന്ന് യാത്ര തുടങ്ങിയത്. ഇതിനുശേഷമുണ്ടായതാണിതെല്ലാം. പോലീസുകാരൻ റെയിൽവേ പോലീസ് SHO അനിൽ മാത്യുവിനെ വിവരമറിയിച്ചു. അദ്ദേഹം രാജ്യറാണിയിൽ വന്നിരുന്ന പെൺകുട്ടിയെ തൃശ്ശൂരിൽ ഇറക്കി. കേസെടുത്തു. വൈദ്യപരിശോധനയിൽ ലൈംഗിക പീഡനമെന്ന് കണ്ടെത്തി. 17-കാരിയായി ഈ പെൺകുട്ടി ഇപ്പോൾ ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ സംരക്ഷണയിലാണ്. പെരിന്തൽമണ്ണയിലെ പോലീസുകാരൻ്റെ സമയോചിതമായ ഇടപെടലിലാണ് ഈ പെൺകുട്ടി രക്ഷപ്പെട്ടത്. കേസ് വയനാട് മീനങ്ങാടി പോലീസിന് കൈമാറി. പെൺകുട്ടിയെ പീഡിപ്പിച്ച വയനാട് മീനങ്ങാടി സ്വദേശി സനോജിനെ പോക്സോ വകുപ്പ് പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.